കോൺഗ്രസിനെതിരെ അതീവ ഗുരുതര ആരോപണങ്ങളുമായി ബി.ജെ.പി. AI ഉച്ചകോടിയെ അപഹസിക്കാൻ കോൺഗ്രസ് പണം നൽകിയെന്ന് വെളിപ്പെടുത്തൽ. ഉച്ചകോടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ റീലുകൾ ചെയ്യാൻ 25,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തതായാണ് ആരോപണം. കോൺഗ്രസ് ഓഫീസിൽ നിന്നും മുതിർന്ന നേതാക്കളാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും സാംബിത് പത്ര MP-യുടെ വെളിപ്പെടുത്തൽ. അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത്. जो वर्ल्ड AI समिट हुई थी, आज हमने देखा कि उसके पीछे एक बहुत सोचा समझा प्लान्ड अरेंजमेंट था। सोशल मीडिया में भी हमने देखा कि रील्स चल रही है और लोगों ने बकायदा ट्वीट करके रील्स के माध्यम से ये बताया है कि उन्हें कांग्रेस कार्यालय से और कांग्रेस के बड़े लोगों का मैसेज आया था कि यदि आप वर्ल्ड AI समिट के खिलाफ ट्वीट करेंगे या कोई रील बनाएंगे तो आपको 25,000 रुपए, 50,000 रुपए, 1.5 लाख तक आपको पैसा दिया जाएगा. വാർത്തയുടെ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, ഈ AI ആഗോള ഉച്ചകോടിയിൽ നിരവധി രാഷ്ട്രതലവന്മാർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആഗോള ടെക് ഭീമന്മാരുടെ തലവന്മാരടക്കം പങ്കെടുക്കുന്ന വലിയൊരു ഉച്ചകോടിയാണ് ഭാരതം ആതിഥേയത്വം വഹിച്ചത്. അവിടെ ഭാരതത്തെ കരിവാരി തേച്ച് കാണിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അന്ന് നമ്മൾ AI വേദിയിൽ കണ്ട ഈ ഷർട്ട് ഊരിക്കൊണ്ടുള്ള ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം. അതിപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ഇത്തരത്തിൽ രാജ്യത്തെ നാണം കെടുത്തുന്നതിന് പണമടക്കം കോൺഗ്രസ് നേതൃത്വം വാഗ്ദാനം ചെയ്തു. അങ്ങനെ 25,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് രാജ്യത്തെ കരിവാരി തേക്കുന്ന അപഹാസ്യമായ രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കിവിട്ടത് എന്നല്ലേ സാംബിത് പത്ര പറയുന്നത്? ജിഷ്ണു, നിൽമ, ഡൽഹിയിൽ നടന്ന AI ഉച്ചകോടി ഭാരതത്തിന്റെ അഭിമാനമായിരുന്നു. അത്രയധികം രാഷ്ട്രത്തലവന്മാരും ടെക് മേഖലയിലെ സാങ്കേതിക മേഖലയിലെ വിവിധ കമ്പനികളുടെ മേധാവിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഭാരതം അതിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ അത്രയധികം പ്രാധാന്യമായിരുന്നു ഭാരതത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത് അലങ്കോലപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചന കോൺഗ്രസ് നടത്തി എന്നുള്ളത് നേരത്തെ BJP രാഷ്ട്രീയപരമായി മുൻപോട്ട് വെച്ചിരുന്ന ഒരു ആരോപണമാണ്. കൂടാതെ ഇതിന്റെ ചില തെളിവുകളും വസ്തുതകളും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് AI ഉച്ചകോടി വേദിയിലുണ്ടായ പ്രതിഷേധം അത് കേവലം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നില്ല. കൃത്യമായ ഗൂഢാലോചന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നടത്തിയാണ് AI ഉച്ചകോടി വേദിയിൽ പ്രതിഷേധം, അതും ഷർട്ട് ഊരിക്കൊണ്ടുള്ള പ്രതിഷേധം നടന്നത് എന്ന് പോലീസും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സാംബിത് പത്ര MP വ്യക്തമാക്കിയത് AI ഉച്ചകോടിയെ അവഹേളിക്കുന്ന തരത്തിൽ അതിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയും അതിനെ അവഹേളിക്കുന്ന തരത്തിലും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടന്റ് ചെയ്യുകയും അതിൽ റീൽസ് ആക്കി ചെയ്യുകയും ചെയ്യുന്നവർക്ക് കോൺഗ്രസിന്റെ വക പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. എത്രത്തോളം നാണം കെട്ട വാർത്തയാണ് പുറത്തു വരുന്നത് എന്ന് ഓർക്കണം. രാജ്യം അഭിമാനകരമായി കാണുന്ന ഒരു പരിപാടി, ആ പരിപാടി അലങ്കോലപ്പെടുത്തുന്നതിന് രാജ്യത്തെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി പണം ഓഫർ ചെയ്തിരുന്നു എന്നുള്ളത് തെളിവുകൾ സഹിതമാണ് ഇന്നിപ്പോൾ സാംബിത് പത്ര ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം വ്യക്തമാക്കിയത് 25,000 മുതൽ 50,000 വരെയും 1.5 ലക്ഷം വരെയും AI ഉച്ചകോടിയെ അവഹേളിച്ചുകൊണ്ട് റീൽസ് ചെയ്യുന്നവർക്ക് നൽകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അതും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത് എന്നുള്ളത് കൂടിയാണ് BJPയുടെ MP ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഇക്കാര്യവും വരും ദിവസങ്ങളിൽ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ പെടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനോടകം തന്നെ AI ഉച്ചകോടി വേദിയിലെ പ്രതിഷേധത്തിൽ 10ഓളം പേരെ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ BJP അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസിനെതിരെ തുടർന്നു വരുന്നത്. നാളെ രാഹുലിന്റെ വസതിയിലേക്ക് യുവമോർച്ചയും BJP പ്രവർത്തകരും ഈ AI ഉച്ചകോടിയിൽ ഭാരതത്തെ അവഹേളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഉച്ചകോടിയെ അവഹേളിക്കുന്നവർക്ക് കോൺഗ്രസ് പണം വാഗ്ദാനം ചെയ്തു എന്ന ആരോപണം BJP മുൻപോട്ട് വെച്ചത്. നീലിമ, ജിഷ്ണു, ഈ സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം ചെന്നെത്തേണ്ടത്
ഈ രാജ്യവിരുദ്ധ നടപടികളിലേക്കാണ്. യഥാർത്ഥത്തിൽ UAPA ചുമത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസിനെ പ്രേരിപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ BJP പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പ്രതികളുമൊത്ത് രാഹുൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. രാഹുലിലേക്ക് കൂടി അങ്ങനെയെങ്കിൽ അന്വേഷണം വരേണ്ടതല്ലേ? കാരണം നിരന്തരം രാജ്യവിരുദ്ധരുമായി ചേർന്ന് രാജ്യത്തെ അപഹസിക്കുക എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അങ്ങനെയെങ്കിൽ ആ രീതിയിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതല്ലേ? രാഹുലിന്റെ വസതിയിൽ വെച്ചാണ് AI ഉച്ചകോടിയിൽ പ്രതിഷേധം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നത് എന്നൊരു ആരോപണം BJP മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം നിരുമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിന്റെ അന്വേഷണം ഇനി എങ്ങനെ പോലീസ് മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് പോലീസ് വളരെ ഗുരുതരമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക പ്രതിഷേധത്തിനപ്പുറത്തേക്ക് രാജ്യത്തെ നാണം കെടുത്തുന്ന രീതിയിൽ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതിഷേധിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് പോലീസ് ഈ കേസ് നോക്കിക്കാണുന്നത്. അതനുസരിച്ച് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്തു. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും. രാഹുലിലേക്ക് ഈ അന്വേഷണം, പോലീസ് അന്വേഷണം എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും രാഹുലിലേക്കും അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ഇതിന്റെ മുൻപ് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള കൂടിയാലോചനകൾ, അതിന്റെ വിശദാംശങ്ങൾ, CCTV ദൃശ്യങ്ങൾ, ഈ ഭാരത് മണ്ഡപത്തിലേക്ക് ഇവരെത്തുന്നതിന് മുൻപ് എവിടെയെല്ലാം പോയിട്ടുണ്ട്, അവരുടെ ഫോൺ റെക്കോർഡുകൾ, ഇവയെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചു വരികയാണ്. നീലിമ.